പക്ഷേ മൂപ്പര് മാത്രം പറഞ്ഞില്ല. നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉൾപ്പെടുന്നു. അതിൽ നിന്ന് മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന. നമസ്കാരം സുഹൃത്തുക്കളെ, മനോനെ വീഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ കനകക്കുന്നിലാണ്. അക്ഷരങ്ങളുടെ ഉത്സവത്തില് മാതൃഭൂമി ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അക്ഷരങ്ങളിടയിൽ കുറേ കാഴ്ചകൾ കണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ, നമ്മളവിടെ ഇന്ന് ലെറ്റേഴ്സ് ഓഫ് ഹൗളിലോട്ട് പോകുന്നത് നടക്കെ മയൂരി ഷേംസ് കുമാറിൻ്റെ ഫസ്റ്റ് പി ആയ ഗൗതമിനെ കണ്ടു. ഗൗതം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ MPF വന്ന സമയത്ത് എൻ്റെ ഒരു സെഷന് വേണ്ടി വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാതൃഭൂമി അസിസ്റ്റ് ചെയ്തത്, മാതൃഭൂമി നൃത്തി എന്നത് ഗൗതമിനാണ്. ഭയങ്കര രസമുള്ളൊരു ശില്പകാരനാണ്. ആ ഒരു സൗഹൃദം ഇന്നും നമ്മൾ തുടരുന്നുണ്ട്. അവിടെ ആനന്ദ് നീലകണ്ഠൻ്റെയും മാതൃഭൂമിയും ലെറ്റേഴ്സ് ഓഫ് ഹോൾഡ് ആനന്ദ് നീലകണ്ഠൻ്റെയും സബ്ബഫമിൻ്റെ പ്രിയൻ ചേട്ടൻ്റെ ഒരു സെഷൻ നടക്കുന്നുണ്ട്. ആനന്ദ് നീലകണ്ഠൻ്റെ ഒരു പുതിയ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ പോകുന്ന എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒരു മൂത്രശങ്ക വന്നു. അപ്പം അങ്ങനെ ഗസ്റ്റ് ലോഞ്ചിൻ്റെ അടുത്ത് ടോയ്ലറ്റ് ഉണ്ട്. സാധാരണ നിന്ന് വിഭിന്നമായിട്ട് ഇപ്രാവശ്യം കനകക്കുന്ന് കൊട്ടാരത്തിനകത്തും ഒരു സെഷൻസ് അറേഞ്ച് ചെയ്യാനൊരു ഹോള് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു പ്രോഗ്രാം സ്പേസ് വെച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഹാൾ എന്നാണ് ഈ ഒരു സ്പേസിൻ്റെ പേര്. എനിക്ക് ഇവിടെ പ്രധാനമായിട്ടും തോന്നിയ ഒരു കാര്യം ഇപ്രാവശ്യം കുറച്ചുകൂടി ആക്സസിബിളാണ്. എല്ലായിടത്തും വീൽ ചെയറുകൾ കയറുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വരുന്ന സമയത്ത് ഈ ഗസ്റ്റ് ലോഞ്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഒരു റാമ്പൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. വരുന്ന സമയത്ത് റാമ്പ് ഉണ്ടായിരുന്നു, പിന്നെ റാമ്പ് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആനന്ദ് നീലകണ്ഠനും പ്രിയൻ ചേട്ടനും നടക്കുന്ന നമ്മളും ദമയന്തി എന്ന പേരുള്ള ആ സെഷൻ നടക്കുന്ന ഹൗസ് ഓഫ് ബുക്സിലോട്ട് പോവുകയാണ്. ഇപ്രാവശ്യത്തെ മാതൃഭൂമി അക്ഷരോത്സവം വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ കോർഡിനേറ്റ് ചെയ്തത്. പൊതുവെ മാതൃഭൂമിയുടെ പ്രോഗ്രാമുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ചുകൂടി അവർ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദക്ഷിണ ഈ എങ്ങനെയുണ്ട് MPF എങ്ങനെയുണ്ട്? KNF പോയിട്ടുണ്ട്. KNF പോയിട്ടുണ്ട്. KNF MPF തമ്മില് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്താണ്? അതെ, അവിടെ പക്ഷേ ഇല്ല, ഇവിടെ പുസ്തകങ്ങൾക്ക് നല്ല ആഗ്രഹമുള്ളവർ കയറി വരത്തുള്ളൂ. അവിടെ പക്ഷേ ബീച്ച് കാണാൻ വരുന്ന ആൾക്കാർ വരും. അതെ അതെ, വെസ്റ്റേൺ വ്യത്യസ്തരായ ഓഡിയൻസ് ദക്ഷിണ കുറേ നാളുകളായിട്ട് പരിചയമുള്ള കുട്ടിയാണ്. ഏകദേശം ഒരു 1-2 വർഷമായിട്ട് ബോളൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. നന്നായിട്ട് വായിക്കുന്ന, അതേപോലെ തന്നെ ഇത്തരം കൾച്ചറൽ സ്പേസുകളൊക്കെ ഭാഗവെക്കാറുന്ന ഒരു കുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇത്തരം സാംസ്കാരിക പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ സജീവമായി തന്നെ ഇവിടെ ഭാഗവെക്കാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ നിയമസഭാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയ സമയത്ത് പരിചയപ്പെട്ട ഒരു വരദ
എന്ന് പറയുന്ന മോളുണ്ട്. ആ മോളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആരുടെ സെഷനാണ് എന്ന് ഞാൻ പറയുന്നുണ്ടോ, അനന്തനീലകണ്ഠൻ്റെ. അനന്തനീലകണ്ഠൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ജോലി രാജിവെച്ച ഒരു തൃപ്പൂണിത്തുറക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തെ ആസ്പദമാക്കിയിട്ടൊരു പുസ്തകം, അസുര എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് എനിക്ക് തോന്നുന്നു ആ പുസ്തകം ഇറങ്ങി ആഴ്ചകൾ കൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് സെല്ലറായി മാറിയാണ്. മഹാഭാരതത്തെ ആസ്പദമാക്കി അദ്ദേഹം 3 പുസ്തകങ്ങൾ എഴുതി. അതോടൊപ്പം തന്നെ ബാഹുബലിയുടെ പീക്കേഴ്സ് ഒരു 3 എഴുതി. അത് നെറ്റ്ഫ്ലിക്സിൽ അത് ഒത്തിരി ഷൂട്ട് ചെയ്യുക ഉണ്ടായി സീരീസ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് അത് കോവിഡും അതോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ കാരണം പബ്ലിഷ് ചെയ്യപ്പെടാതെ പോയതാണ്. അത് റൈസ് ഓഫ് ശിവഗാമി എന്ന് പറയുന്ന ബാഹുബലിയുടെ പിക്കർ, അത് ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് രാജമൗലിയാണ് പ്രകാശനം ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ് ശ്രീ അനന്തനീലകണ്ഠൻ. അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ പോലും ബസറ്റേതായ എഴുത്തുകാരൻ, അതായത് വിവിധ മേഖലകളിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി പറയണം. അദ്ദേഹം സിനിമയ്ക്ക് എഴുതുന്നുണ്ട്, വെബ് സീരീസുകൾ എഴുതുന്നുണ്ട് ഒക്കെയുണ്ട്. നമ്മുടെ ഹൗസ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഹോളിലേക്ക് പോകുന്നത് മാതൃഭൂമിയുടെ ഏത് പുസ്തകങ്ങളുടെ ഇടയിലൂടെയാണ്. അനവധി പുസ്തകങ്ങൾ, അനവധി എന്ന് വെച്ചാൽ അനവധി പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളുടെ ഇടയിലൂടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പ്രോഗ്രാം സ്പേസ്, അവരിരുന്ന് വർത്തമാനം പറയുന്നു, കുറേ ആളുകൾ ഇരുന്ന് കേൾക്കുന്നു. ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ. എൻ്റെ മുമ്പിലേക്ക് ഒരു യാത്ര, ഒരു വിദേശത്തേക്ക് പോകാനൊരു യാത്ര ടിക്കറ്റും ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഒരു ഗസ്റ്റായിട്ട്, ഒരു സ്പീക്കറായിട്ടൊരു ഇൻവിറ്റേഷൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചൂസ് ചെയ്യുക ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു ടിക്കറ്റാണ്. കാരണം എന്നെ അത്രത്തോളം ഉന്മാദിയാക്കുന്ന, അത്രത്തോളം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്പേസ് വേറെ ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം ഓരോ പ്രോഗ്രാമുകളും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. ഒരു സ്വസ്ഥതയില്ലാത്ത ഇതേ സാധനമാണ് പെൺരാമായണം അല്ലെങ്കിൽ വാൽമീകി കഥകൾ കൂടുതലുണ്ട്. സ്ത്രീപക്ഷത്തിൽ നിന്ന് സാധാരണ ആരും പറയാത്ത സ്ത്രീപക്ഷത്തിൽ നിന്ന് പുരുഷൻ നേരുന്നതിന്റെ അപാകത ഉണ്ടാവും. ഇത് സ്ത്രീപക്ഷത്തിൽ നിന്ന് പറഞ്ഞു പോയിട്ടുള്ളത്, അതായത് ശാന്ത രാമന്റെ രാമായണത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ബുക്ക്. അതൊരു സ്റ്റഡി ബുക്കാണ്. മെനി രാമായണ മെനി ലെസൺസ്. അത് ഓഡിയോ ബുക്കായിട്ട് വന്നതാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു പുതിയ ഭാഷ എന്നെ സാമശിവന്റെ നാട്ടുകാരനാണ്. അതേ നാട്ടുകാരനാണ്. അപ്പൊ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കേട്ട് വളർന്നൊരു സാധനമായതുകൊണ്ട് പലത് കണക്റ്റഡാണ്. നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. നമ്മള് അനന്തനീലകണ്ഠന്റെ സെഷൻ കഴിഞ്ഞിട്ട് ഹൗസ് ഓഫ് ബുക്സിൽ നിന്ന് ഇറങ്ങാണ്. ശശി തരൂർ വന്നു, ഒന്ന് കാണണം, ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. ഒന്ന് നോക്കട്ടെ, അന്ന് തിരക്കുണ്ട് കേട്ടോ ഇവിടെ. Hi sir. You read books? Yeah, lot of. Good, lots of them. Okay. ഞാൻ സാറിന്റെ അംബേദ്കർ എന്ന് പറയുന്ന പുസ്തകം 3 or 4 എണ്ണം വാങ്ങിച്ചു. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് പുസ്തകം കൈകൊണ്ട് പിടിച്ച് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കിൻഡിൽ വഴിയാണ് വായിക്കുന്നത്. പക്ഷെ അംബേദ്കറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്റെ ഹിന്ദിലില്ല. അവര് ശശി തരൂരുമായിട്ട് സംസാരിച്ചു, ഫോട്ടോ എടുത്തു. നന്നായി. എൻ്റെ ട്രെയില് ദിവ്യാസയിലും ബി കെ ഹരിനാരായണൊക്കെ ഒരു സെഷനുണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഒരുപാട് എഴുത്തുകാരുണ്ട്. അനന്തനീലകണ്ഠന്റെ നല്ലൊരു
സെഷനായിരുന്നു. ഇത് രസകരമായിട്ട് അരുന്നേനും പ്രിയൻ ചേട്ടനോടെ ഒരു സെഷൻ ചെയ്തു. ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു. പ്രിയൻ ചേട്ടൻ കൊച്ചി ക്ലബ് ഓഫ് എമ്മിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളും മുൻപ് സമുദ്രശ്ശേരിയുടെ ഒരു കഥാപ്രസംഗാവിഷ്കാരം അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് കഥ പറയുന്ന ഒരു പുതിയ തലമുറയുടെ കഥാപ്രാസംഗികൻ, സ്റ്റോറി ടെലർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളാണ്. ശശി തരൂർ നമ്മളോട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട MP നമ്മളോട് പറഞ്ഞത്, അദ്ദേഹം രവി ഡിസിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മധുഭൂമിയുടെ അദ്ദേഹത്തിനെ കാണുന്നു. അപ്പോൾ അവരെ കാണുമ്പോഴൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ വേർഷൻ ഇറക്കുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്നൊക്കെയാണ്. ഇവിടെ മറ്റനേകം കാഴ്ചകളും നമുക്കുണ്ട്. ഇവിടെ ലൈവ് കാരിക്കേച്ചർ വരയ്ക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. രസകരമാണ് കേട്ടോ ഓരോ കാഴ്ചകളും. നമ്മൾ 2023 പോകുന്ന വഴിക്ക് മാതൃഭൂമി സൺഡേ സപ്ലിമെൻ്റിൻ്റെ എഡിറ്റർ, ഈ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീകാന്ത് ഫോട്ടോക്കാരനെ കണ്ടു. മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻ്റിൽ വിജയൻ സാർ എന്നെക്കുറിച്ച് എഴുതിയൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അന്ന് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടതാണ് ശ്രീകാന്ത് സാറുമായിട്ട്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ MP4 സെഷന് തൊട്ട് മുൻപ് അദ്ദേഹത്തൊന്ന് നേരിട്ട് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളവിടെ നന്ദത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോഫി ഷോപ്പ് കണ്ടു, AV തിയേറ്റർ. രസമാണ് അത്. ചൂട് കോഫി, ഫ്രഷ് കോഫി ഒക്കെ കഴിച്ച് ഒക്കെ രസമാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ട് വരുമായിരുന്നു. പിന്നെ പൊതുവെ ഞാനൊരു കോഫി ബ്രാൻഡാണ്. കോഫി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു MBFന്റെ മറ്റു ലിറ്ററേച്ചർ ഫെസ്റ്റിവലെ കമ്പയർ ചെയ്യുമ്പോൾ താല്പര്യമുള്ളവരും മാത്രമാണ് പങ്കെടുക്കുന്നത്. ഈ വായനയും ഒക്കെ കുറച്ച് താല്പര്യമുള്ളവരാണ് പങ്കെടുക്കുന്നത്. ഈ അതെ കാരണം അത് ടിക്കറ്റ് ഫെയറും ഒക്കെ കൂടുതലായതുകൊണ്ട് ഓപ്പണാണ്. അതെ പക്ഷെ അതൊരു ഭംഗിയുണ്ട്, അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്നേ. കാരണം ഒരു ഓവർ ക്രൗഡായിട്ട് ആ ഒരു കോൺവെർസേഷൻ്റെ ഒക്കെ ഒരു ഭംഗി പോകാതെ ചൂസ് ചെയ്ത ആളുകളായതുകൊണ്ട് അത് രസമാണ്. അതെ അതെ അതെ. ചേട്ടൻ ഒന്ന് പോവോ? ഞാനവിടെ ഒരുപാട് ആ മരത്തിന്റെ വീട്ടിൽ അവിടെ ഇരുന്നില്ലായിരുന്നു. അവിടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ ഇരുന്നിട്ട് ഒരുപാട് നേരം ഓർക്കുന്നുണ്ട്. ഇവരിപ്പം 12 മണിക്ക് ദിവ്യ സയ്യയുടെ സെഷൻ ഉണ്ട് അല്ലേ? ദിവ്യ സയ്യയുടെ ഒരു സെഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ 2023 ഈ രാഷ്ട്രീയ ഭാഷയുടെ പരിചയക്ക് ശേഷം P. ജയചന്ദ്രൻ്റെ അനുസ്മരണമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൂടിയായ ഫാദർ പോളച്ചൻ വന്നു. അദ്ദേഹം ഒരു മർത്തോമ വികാരിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൂടിയായ ഫാദർ സുജിത്തുണ്ട്. അച്ഛൻ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സ്ഥിര സാന്നിധ്യമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഗസ്റ്റായി വന്ന സെഷനിൽ ഒരു MBF അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കസിനാണ് ലൂയിസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അച്ഛനും സുജിത്തച്ഛനും ഫാദർ പോളച്ഛനും എല്ലാവരും കൂടി ഒരു രസകരമായ ഒരു വർത്തമാനവും ഒക്കെ ആയിട്ട് നമ്മൾ കൂടി. അച്ഛനൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് വന്നത്. അതൊക്കെ എൻ്റെ മുഖത്ത് വെച്ച് വന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴേക്കും ദിവ്യ സയ്യിദ് വന്നു. മാമ് കുറച്ച് സംസാരിച്ചു മാമിനോട്. മാമിന് ഈ ബഹളത്ത് കണക്ക് ഞാൻ പറയുന്ന ഒന്നും അവിടെ എത്തുന്നില്ല. അപ്പം മാം പെട്ടെന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കി. അപ്പോൾ നമ്മുടെ അടുപ്പുറയുള്ള ഗൗതമയുടെ അച്ഛൻ വന്നു സംസാരിച്ചു. നിറയെ മനുഷ്യന്മാരാണ്. ശബരി സാർ ഉണ്ടായിരുന്നു അവിടെ. ശബരി സാറിനെ മുന്നേ കണ്ട് പരിചയമുണ്ട്. ഒരു
ഒരു നിയമസഭാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചിട്ട്. പിന്നെ മിനി എന്ന് പറഞ്ഞ അമ്മ വന്നു. അമ്മ എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റാണ്. അമ്മ പഠിച്ച ആ ബാച്ച് അമ്മയാണ്. വിജയ് ഖത്തേ സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോൾ ഫാമിലി അന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പോയിട്ട് കുഞ്ഞിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവരാണെങ്കിൽ എത്ര വലുതായില്ല. എന്തൊക്കെ മാമിന് പ്രോഗ്രാം തുടങ്ങുന്ന സമയമായി അവർ വിളിക്കുന്നുണ്ട്. പി ജയചന്ദ്രൻ അനുസ്മരണമാണ്. രസകരമായൊരു സെഷനായിരുന്നു. കാരണം ഇന്ന് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു സെഷന് വേണ്ടിയിട്ടേ. താങ്ക് യു. നല്ലൊരു തുടക്കമാണ്. എനിക്ക് ആദ്യ ചോദ്യം, കണ്ണിൽ തേടൽ എന്നെ തായേ, ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്നെ തായേ, வாழ்வு தொடங்கும் இடம் நீதானே, வாழ்ந்து முடியும் இடம் நீதானே, தானமாக நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്നെ തായേ. എന്തിനാണിത്? കാരണം അല്ലല്ല, ശബരി കാണുക ഇപ്പൊ ആളുകൾ കൈയടിച്ചല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് എന്നെ പോലെയുള്ള എന്താ പറയാ, ഈ ചെറിയ ആളുകൾ പാടുമ്പോഴാണ് ഇതിന്റെ അകത്ത് ഇത്രയും സങ്കീർണതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത്. ജേട്ടൻ പാടുമ്പോ ഇത് ഇങ്ങനെ കൂളായിട്ട് അങ്ങനെ അനായാസമായിട്ട് ഒറ്റ പോക്കിൽ അങ്ങ് പോവുക. അത് നമ്മളാരും തിരിച്ചറിയുന്ന പോലുമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഏറ്റവും വലിയ ഒരു മഹാത്മ. നമ്മള് ദിവ്യാസയുടെ സെഷൻ കണ്ടു. പി ജയചന്ദ്രൻ അനുരാഗാനം പോലെ എന്ന് പറയുന്ന മനോഹരമായ സെഷൻ. പി കെ ഹരിനാരായണനും കെ മനോഹരനും ഹരിദാരും ഒക്കെ ചേർന്ന് ഒരു രസകരമായ സെഷനാണ്. സഭ ഒരു പണിയായി, നല്ല വിശപ്പുണ്ട്, ഇനി എന്തെങ്കിലും കഴിക്കണം. കഴിച്ച ശേഷം നമുക്ക് 3 മണിക്ക് എംസറാജിന്റെ സെഷൻ കാണാൻ വേണ്ടിയിട്ട് വരാം. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇവിടെ നല്ല ക്രൗഡുണ്ട്. ശനിയാഴ്ച കൂടി ആയതുകൊണ്ടാകാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ യുവജന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകനും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായ ശ്രീ വസീഫിനെ കണ്ടു. പക്ഷേ വസീഫിനെ സംസാരിച്ചു. വസീഫിൻ്റെ സിക്കെ വിനീതുണ്ടായിരുന്നു. വിനീതിനെ മുന്നേ കണ്ടിട്ടുണ്ട് വീഡിയോ കോളൊക്കെ. നേരിട്ട് കാണുന്ന ആദ്യമാണ്. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് വിശപ്പിൻ്റെ മുറി കൂടിയത് കൊണ്ട് അപ്പം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ സുഹേൻ്റെ ദേഹത്തുണ്ടോ അഴുക്ക് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് കഴുകാൻ പോകുന്ന സമയം കൊണ്ട് അവിടെ കായുടെ ഒരു ബോർഡുണ്ട്. ഒരു കാറിന് വലുതായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ശ്രീജ ചേച്ചി വന്നു. എന്ത് ചേച്ചിയൊക്കെ വിളിച്ച് സുഹൃത്തോട് വർത്തമാനം പറയാൻ പറ്റുന്നതാണ്. ഫോട്ടോ എടുത്തു. ചേച്ചി എന്നോട് എന്ന് കണ്ട് ഫുഡ് വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ചേച്ചി എവിടെ പോയെന്ന് പിന്നെ കാണാനേ ഉണ്ടായിരുന്നു. ചേച്ചി തപ്പി എടുക്കണം പോയിട്ട്. ചേച്ചിയെ തപ്പി പോയതാണ്. എന്നെ കണ്ടത് ജയ്ദൂനെയാണ്. മരുഭൂമിയുടെ ന്യൂസ് റൈറ്ററായിരുന്നു. പിന്നെ റിപ്പോർട്ടറിൽ പോയി. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് മരുഭൂമിയിൽ തന്നെ വന്നു. ഇപ്പോൾ ക്ലബ് എഫ്എമ്മിൻ്റെ രാജ്യമാണ്. ക്ലബ് എഫ്എമ്മിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റീസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും ക്ലബ് എഫ്എമ്മിൻ്റെ പല പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ചെയ്തതാണ്. അപ്പോൾ ചേച്ചിയെ കാണാൻ പറ്റാത്ത വിഷമത്തിന് ചേച്ചിയോട് കൊണ്ടൊരു ബിറ്റ് തരാൻ പറഞ്ഞു. ബിറ്റ് ഞാൻ മാതൃഭൂമിക്ക് ജോലി ചെയ്ത് ഞാൻ തന്നെ പറയണതൊക്കെ ചോദിച്ചു. നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണട്ടെ, നിങ്ങളുടെ കോൺവെർസേഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു വരണം.
ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഏതൊരു ഗാദറിങ്ങും എന്നെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആണ്. കാരണം നമ്മൾ വായിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും, അത് എഴുതിയവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുക, അവർക്കത് എഴുതാണ്ടായ അനുഭവങ്ങൾ, എഴുത്തു വഴികളെ കുറിച്ചൊക്കെ കേൾക്കുക, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കോൺവെർസേഷൻസ്, ഡിസ്കഷൻസ്, പലപ്പോഴും നമ്മൾ അലോസരപ്പെടുത്തുന്ന പല വിഷയങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുക, അതിനെക്കുറിച്ച് ചർച്ചകൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെ ഒരു ഹെൽത്തി കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇങ്ങനത്തെ എല്ലാ സാഹിത്യവേദികളും. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അതെ അതെ, സ്റ്റേജുകൾ ആക്സസിബിൾ ആണ്. പിന്നെ ഒരു സ്പേസിലായതുകൊണ്ട് അധികം അലഞ്ഞു നടക്കേണ്ടതില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത്തരം എല്ലാ ഗാദറിങ്ങും ഗംഭീരമാണ്. ഇത് ഇനിയും തുടരണം എന്നാണ്. ഒരുപാട് ഇത്തരം ചർച്ചയുള്ള വേദികൾ ഉണ്ടാവണം. സോ അതാണ്. പിന്നെ നിങ്ങളെയൊക്കെ എപ്പോഴും കാണാൻ പറ്റും, എല്ലാ വർഷവും ഇങ്ങനെ സൗഹൃദങ്ങൾ പുതുക്കാൻ പറ്റുമല്ലോ. കാഴ്ച ഡെലിഗേറ്റ് ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ നല്ല ഫെസ്റ്റിവൽ ആയിരിക്കട്ടെ. താങ്ക് യു. എല്ലാ വർഷവും ഇവിടെ വരാനുള്ള ഒരു ഉത്സവമാണ്. ഇവിടെ സെഷൻ എന്നതിലപ്പുറം കുറെ സെഷൻ കേൾക്കുക, കുറെ ആളുകളെ കാണുക, ഒരുപാട് സൗഹൃദങ്ങളെ ഇപ്പോൾ ഈ കായൽ മാത്രം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ കാണുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അർത്ഥം തന്നെ നോളജ് എന്നല്ലേ, സംസ്കൃത അർത്ഥം അങ്ങനെയാണ്, നോളജ് എന്നാണ് കാ എന്ന് പറയുമ്പോൾ അറിവ്. അപ്പൊ അറിവിന്റെ ഈ ഒരു അക്ഷരവൃത്തത്തെ ഇത്രയും സൗഹൃദങ്ങളെ കൂടെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം ഏത് തരത്തിലാണേ? അതെ, തീർച്ചയായിട്ടും അറിവാണ്. കാ എന്ന് തുടങ്ങി കാതലാണെങ്കിൽ അത് സ്നേഹമാണ്. കായിൽ നിന്ന് തന്നെയാണ് കൂട്ടുകെട്ട് വരുന്നത്, അത് സൗഹൃദമാണ്. അതെ, കൂട്ടുമാണ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ രീതിയിലും പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ ഈ അക്ഷരം കാണല്ല, അടുത്ത തവണ ഖ എന്നാക്കിയാലും നമ്മളിവിടെ വരികയും നമ്മളൊക്കെ കൂടുകയും ചെയ്യും. അക്ഷരം എന്ന വാക്കിന് തന്നെ അർത്ഥം ക്ഷരമില്ലാത്തത് എന്നുള്ളതാണ്. നാശമില്ലാത്തത്. നാശമില്ലാത്തതാണ് പ്രണയം, നാശമില്ലാത്തതാണ് സ്നേഹം, നാശമില്ലാത്തതാണ് സൗഹൃദം, നാശമില്ലാത്തതാണ് അറിവും. ചോറ് വേണം, എനിക്ക് വിശക്കുമ്പോ ചോറ് വേണം. ചോറ് വേണോ? വെള്ളം വേണോ? വേണ്ട. ഇത് കുടിക്കാൻ പറ്റുമോ? ചേച്ചി ഫുഡ് കഴിക്കാൻ വേണോ? ഇല്ല. നമുക്ക് കായിൽ നിന്ന് വേറൊരാഴ്ച കൊട തന്നു. അപ്പൊ കൊടയൊക്കെ പിരിച്ച് നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. നല്ല വിശപ്പ്. ഭക്ഷണം കഴിച്ചു, തിരിച്ച് വീണ്ടും കനകുന്നതിലേക്ക് വന്നു. ഇപ്പോൾ എം സ്വരാജിന്റെ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ് ആളുകള്. അപ്പൊ എന്തായാലും ബാക്കി കാഴ്ചകളിലോട്ടും വിശേഷങ്ങളിലോട്ടും നമുക്ക് പോകാം. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മള് സുരേഷ് സാറിനെ കണ്ടു. അവരിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഇപ്പോൾ സുരേഷ് സാറിനോട് സംസാരിച്ചു. അദ്ദേഹം ഇന്ന് വന്നതായിരുന്നു, അദ്ദേഹം സെഷൻ ഇന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. ബുധനാഴ്ച കുറച്ച് കാണാം. നമ്മള് മാതൃഭൂമി ലെറ്റേഴ്സ് ഓഫ് ഹാർട്ട് ഇവിടെയാണ് ശ്രീ എം സ്വരാജിന്റെ സെഷൻ നടക്കുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി അങ്ങനെ എല്ലാ തീയതികളും എല്ലാ ഷോയുടെ മുൻപും ദേശീയഗാനം നിർബന്ധമായി ആരംഭിച്ചോണമെന്നില്ല. എവിടെയെങ്കിലും ആരെങ്കിലും ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ തീർന്നാൽ മതി എന്ന നിലയിൽ മൈപക്ഷമാണ് എന്റെ രാജ്യം എന്ന് പറയുന്നുണ്ട്. സംഘടിതമായ സ്വാർത്ഥമല്ലാതെ മറ്റൊന്നുമല്ല ദേശീയഗാനം എന്നാണ്. ഇപ്പൊ കേൾക്കാവോ? ഒരു പ്രത്യയശാസ്ത്രങ്ങളുടെ അമിതമായ സ്വാധീനം, അത് മാനുഷികതയ്ക്ക് എപ്പോഴത്തേക്ക് ചെന്ന് നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതും നമ്മൾ സംസാരിക്കേണ്ടതല്ലേ? പ്രത്യയശാസ്ത്രങ്ങളുടെ അതെ അമിതമായ സ്വാധീനം, പ്രത്യയശാസ്ത്രങ്ങളുടെ അമിതമായ സ്വാധീനം നടന്നു. അപ്പൊ അത് ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട പ്രയോഗമാണ്. ഏത് പ്രത്യയശാസ്ത്രം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തവുമാണ്. നമുക്കിപ്പോ ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും
ഒരു കക്ഷി രാഷ്ട്രീയ പരിവേഷം കടന്നു വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. നമുക്ക് അതുകൊണ്ട് ഞാൻ ആ ഭാഗം എങ്കിലും ഏത് പ്രത്യയശാസ്ത്രം എന്നൊരു ചോദ്യം പ്രസക്തമാണ്. സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് പറയാം, വിഭജനത്തിന്റെ പ്രത്യയശാസ്ത്രം, ഇതൊക്കെ പല കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോ അവരുടെ വാക്കുകൾ പോലും സംഗീതമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള പ്രത്യയശാസ്ത്രം, മനുഷ്യ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രം, ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ സാഹോദര്യം ശക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന പറയുന്ന പ്രത്യയശാസ്ത്രം ശക്തിപ്പെടുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല. അത് അമിതമാവുക എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു അമിതമാകലതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യനിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന വിനാശകാരിയായ പ്രത്യയശാസ്ത്രങ്ങൾ അമിതമാവണ്ട, വളരെ മിതമായാൽ പോലും അത് അപകടവുമാണ് ഈ ചലനത്തിൽ എന്റെ പറഞ്ഞു. എം സ്വരാജിൻ്റെ ശേഷം ആ രാജശ്രീയായിട്ടൊരു ബന്ധപ്പെട്ട സെഷൻ ഉണ്ടായിരുന്നു. പുതിയ കാല എഴുത്തുകാരിൽ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ആ രാജശ്രീ. അതോടൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, ത്രയത്തെക്കുറിച്ച് സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മധുഭൂമിയുടെ എഡിറ്റർ സൂര്യചേട്ടനെ കണ്ടു. ഇത് സൂര്യചേട്ടനാണ്, മധുഭൂമി യാത്രയുടെ എഡിറ്റർ. ഒരു ചെറിയ വിശേഷമുണ്ട്, ആ വിശേഷം എന്താണെന്നുള്ളത് പതിയെ ഞാൻ പറയാം. ഓക്കെ, സർപ്രൈസ്. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഓക്കെ, ഷെറിൻ ഷഹാനയുടെ അതിജീവനത്തിന്റെ പാഠങ്ങളും മറ്റൊരു സെഷനുണ്ട്. ഹാർട്ട് ഓഫ് ലെറ്റേഴ്സിൽ അത് ഹനുമന്റെ തതുമ്പിൽ പോകുന്നത്. നമ്മളിപ്പോ രാജശ്രീ റാബിയെയും ഷഹാന ചെറിയ സെഷൻ ഇപ്പൊ ഉണ്ടായിരുന്നു മധുഭൂമി ഹാളില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവാണ്, ഒരു കാഴ്ച കണ്ടുവരാം. ഏതാ റേഞ്ച് റോഡ്? ഇന്ന് ഇത് വെട്ടിപ്പറിക്കേണ്ടി വരും. സെഷൻ കാണാൻ വേണ്ടി വന്നാ, സെഷൻ കാണാൻ വേണ്ടി വന്നാ. ഓ, അവര് ഇന്ന് ഇന്നെന്നറിഞ്ഞു, അതുകൊണ്ടാ ഇന്ന് വന്നത്. കൊറേ കറങ്ങി കേട്ടോ ഷെറിൻ ഷഹാനയുടെ സെഷന് വേണ്ടിട്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞു, ഷെറിൻ ഷഹാനയുടെ സെഷൻ കഴിഞ്ഞു. ഞങ്ങള് സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്ഥാനം സെഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഓ ഹായ്, ഇല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇല്ല. ഞാൻ ഇന്ന് വന്നതാ. ഓ, ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ. സുഭാഷ് സാറിന്റെ സെഷൻ ഉണ്ട്. ബാലുവിന്റെ ചേട്ടനും വൈഫൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അവന്റെ കൂടെ കുട്ടികളുടെ സ്പേസിലേക്ക് ഒരുക്കുകയാണ് അല്ലേ? രാവിലെ വന്നു. MBF എന്തായാലും നമ്മൾ മിസ് ചെയ്യുന്നത് ഒരു സാറിന് അവിടെ ഉണ്ടല്ലോ. ഓക്കെ, സുഭാഷ് സാറിന്റെ ഒന്ന് അങ്ങോട്ട് പോട്ടെ. ശരി ശരി. നമ്മള് എല്ലാ വർഷവും ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതായതുകൊണ്ട് ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഇവിടെ പ്രത്യേകിച്ച് മധുഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മധുഭൂമിയുടെ സുഹൃത്തുക്കൾക്കൊക്കെ ജീവനക്കാർക്കൊക്കെ നമ്മുടെ പരിചയമാണ്. കഴിഞ്ഞ ഒരു MBFന്റെ ആദ്യത്തെ എഡിഷൻ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയാതെ പോയത്. ഒന്ന് ഒരിക്കലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ കമ്മിറ്റ് ചെയ്തായതുകൊണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കാണണം വിചാരിച്ചു. അത് ഇന്ന് സാറ്റർഡേ തന്നെ ഒന്നൊന്ന് അന്ന് കുറേ സെഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മകനെ പോലെ എൻ്റെ കുഞ്ഞ് അനാഥനായി നടക്കുന്നത് കാണേണ്ടി വരുമോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പുസ്തകം ഇറങ്ങി ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ മഹാത്മാഗാന്ധിയെ പറ്റി ധാരാളം എഴുതപ്പെട്ടുള്ള ഒരാളാണ്. ലോകത്തെ ഏറ്റവും അധികം എഴുതപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന മഹാത്മാഗാന്ധി തന്നെയാണ്. ഇന്ത്യയിൽ ഉപ്പ് എന്ന് പറയുന്ന ഒരു സമരായുധത്തിലേക്ക് മഹാത്മാഗാന്ധി എത്തിയത് അന്ന് ബ്രിട്ടീഷുകാര് ഉപ്പിന് അധികമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാവുകയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം മഹാത്മയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ രാഷ്ട്രീയ ഓഫീസിന്
തന്റെ പാർട്ടി ഓഫീസിന് ആശ്രമം എന്ന് പേരിട്ടുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയാണ്. സുഭാഷ് സാറിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിൻ്റെ നോവലിൻ്റെയാണ് അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലും ഒക്കെയായിരുന്നു സെഷൻ. ഭയങ്കര രസമാണ് കേട്ടോ. സുഭാഷ് സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ. 2 പുസ്തകം ഞാൻ വാങ്ങിച്ചു, ഫോട്ടോഗ്രാഫ് വാങ്ങിച്ചു. അത് പേരൊക്കെ ചോദിച്ചു അതൊക്കെയാണ് എന്നുള്ളത്, അതൊക്കെ എഴുതിപ്പിട്ട് തന്നു. അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോട് വന്ന അത്താഫ് ഇവിടെ നിറയെ പരിചയങ്ങളാണ്. എങ്കിൽ ഈ ഒരു കായയുടെ പ്രത്യേകതകൾ, അത് കായയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റേജാണ്. ഹൗസ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾക്കിടയിലൂടെ പോയി സ്റ്റേജിലേക്ക് കയറുന്ന രീതിയിലുണ്ടാക്കിയ ഒരു സ്റ്റേജ്. എന്ത് രസമാണത്! നമ്മൾ സംസ്കാരത്തിൻ്റെ ഇടമെന്നാണ് പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ ഒരു സ്പേസിലേക്ക് സംസ്കാരവാഹിനിയായ പുസ്തകങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. ഞാൻ പങ്കെടുക്കാത്ത, അതായത് ഗസ്റ്റായിട്ടും കാഴ്ചക്കാരനായിട്ടും പങ്കെടുക്കാത്ത ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒന്നുമില്ല. ഇപ്പോൾ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഹരത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അങ്ങനെ ചെറിയ സാധനങ്ങൾ മാത്രമാണ്. പ്രധാനപ്പെട്ട എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും ഞാൻ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മാതൃഭൂമിയുടെ ഹൗസ് ഓഫ് ബുക്സ് പോലൊരു വേദി ഇല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം. അപ്പം നമ്മൾ അവിടെ നിന്ന് വേണമെങ്കിൽ പതിയെ മുന്നോട്ട് പോകാം. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു തെയ്യത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു. തെയ്യം പരിപാടിയാണ് അവിടെ ഉള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പതിയെ നടന്ന് മുന്നോട്ട് പോകാൻ തോന്നുന്നു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സെഷനുണ്ട്, അതൊന്ന് കാണണം. കായിക 3-ാമത്തെ ദിവസത്തെ അവസാനത്തെ സെഷൻ മാതൃഭൂമി ലെറ്റേഴ്സ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഹാൾ ഓഫ് ലെറ്റേഴ്സ് വെച്ചിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയും രാജീവ് ദേവരാജും കൂടി ചേർന്നിട്ടൊരു സെഷനാണ്. സോ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ മിസ്സായ ശ്രീജ ചേച്ചി എവിടെ വെച്ച് കണ്ടു. നെഞ്ച് കഴിക്കാൻ വിളിച്ചു. ചേച്ചി വന്നില്ല. അപ്പം നമ്മൾ കഴിക്കാൻ പോയി. ഇപ്പം ചേച്ചി വന്നപ്പോൾ ചേച്ചിയെ കാണാനും പറ്റിയില്ല. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും ചേച്ചി ഹസ്ബൻഡ് ശ്യാമേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് ദിവേഷ് മാതൃഭൂമിയുടെ അസംബലിത്തലാണ് മാതൃഭൂമി ന്യൂസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാൻ MP സുരേന്ദ്രനാഥിനെ കണ്ടു. ഇദ്ദേഹമാണ് മുന്നത്തെ വർഷം ഷോ ഡയറക്റ്റായിട്ട് ഇരുന്നത്. വന്ന് അദ്ദേഹം ആണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട്. ഹലോ സാർ, എൻ്റെ പേര് അർജുനാണ്. ഞാനൊരു കോട്ടയംകാരനാണ്. സാറോട് ഫസ്റ്റ് ബിഗ് താങ്ക് യു. മലയാളികൾ ഇത്രയധികം യാത്ര ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നതിന് ബിഗ് താങ്ക്സ്. എൻ്റെ 2 ക്വസ്റ്റ്യനാണ്. ഈ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ മാറ്റം എന്താണ്? 2, സാർ ഈ യാത്രയിൽ ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഈ കണ്ടതിൽ സാറിൻ്റെ മനസ്സിൽ തന്നിരുന്ന ഒരാൾ പറയാൻ പറ്റുന്നത് ആരെ പറയാൻ പറ്റും? സാറിൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഈ കണ്ട മനുഷ്യൻ്റെ ഒരാളെ പറ്റി പറയാൻ പറ്റും?
കാരണം മനുഷ്യന്റെ ഒരാളുടെ രൂപമായിട്ട് എന്റെ മനസ്സിലേക്ക് അങ്ങനെ വരുന്നില്ല. കാരണം ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ തിളങ്ങിയിരിക്കും. ഉദാഹരണത്തിന് ജോർജിയയിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു ഷോർട്ടായിട്ട്, അല്ലെങ്കിൽ ഈ അന്റാർട്ടിക്ക യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാസ് അല്ലെങ്കിൽ കോൺട്രാസ് ഉണ്ട്. ഓരോ യാത്രയിലും നമ്മുടെ മനസ്സിൽ തങ്ങി ചില ആളുകളുണ്ട്. പക്ഷെ അടുത്ത 2 യാത്ര കഴിയുമ്പോൾ പുതിയ ആളുകൾ വരികയാണ്. അവർ നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുക. അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് പോലെ ഞങ്ങൾ എനിക്ക് തോന്നുന്ന മാതൃഭൂമിയുടെ പേരിൽ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം കാണുന്നല്ലേ. അതെ പേരുമായിട്ട് ഒരു യാത്ര പോയിരുന്നു. പക്ഷേ മൂപ്പര് മാത്രം പറഞ്ഞില്ല. അത് വേണം. മൂന്നാമത്തെ MBFാണ് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് ഞാനൊരു ചോദ്യമൊക്കെ ചോദിച്ചു. തുടർന്ന് ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ മൈൻഡിൻ്റെ ആനിവേഴ്സറി ഹെഡ് ഗസ്റ്റായിട്ട് വന്ന് അന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തെ തുടർന്നൊരു 30ഓളം പേര് വെച്ചിട്ട് അദ്ദേഹം ഒരു യാത്രയൊക്കെ പോവുകയുണ്ടായി. SGKയുടെ സെഷൻ കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങാൻ നേരത്തെ പാലക്കാടുള്ള എൻ്റെ ഡോക്ടേഴ്സ് കണ്ടു. പക്ഷേ സംസാരിച്ചു. അവർക്ക് സന്തോഷമായി. അവരും സ്ഥിരം കായി വരുന്നതാണ്. മുന്നേ എന്നെ ഒരു ദിവസം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാണാൻ ഉദ്ദേശിച്ച സെഷൻസ് ഓൾമോസ്റ്റ് കണ്ടു. വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യാണ്. കനകക്കുണ്ടില് മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ 3ാം ദിവസത്തിൻ്റെ കാഴ്ചകൾ കഴിയുന്നത് നിങ്ങളുടെ ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ. വികസനം ഇതാണ്, നിരവധിയുണ്ട്. അപ്പൊ